ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ലെബനൻ, ഗാസ ഇതെല്ലാം കഴിഞ്ഞു. അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം വെനസ്വേലയാണ്. വെനസ്വേല ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്. അവിടുത്തെ എണ്ണ നിക്ഷേപത്തിലാണ് അമേരിക്കയുടെ നോട്ടം. ഗാസയെ തകർത്ത് തരിപ്പണമാക്കി. അമേരിക്കയുടെ വാക്കും കേട്ട് റഷ്യയുമായി യുദ്ധത്തിനിറങ്ങിയ ഉക്രൈൻ പെരുവഴിയിലായി. അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം വെനസ്വേലയാണ്. വെനസ്വേല നിക്കോളാസ് മഡൂറോ എന്ന ഇടതുപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. വെനസ്വേല ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്ന രാജ്യമാണ്. ലാറ്റിൻ അമേരിക്ക കേന്ദ്രീകരിച്ച് ശക്തമാകുന്ന അമേരിക്കൻ വിരുദ്ധ നീക്കങ്ങൾക്ക് തടയിടുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. വെനസ്വേല ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ്. ആ എണ്ണ നിക്ഷേപം അമേരിക്കയ്ക്ക് കൈക്കലാക്കണം. അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെനസ്വേല എന്ന് പറയുന്ന രാജ്യം അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കരീബിയൻ കടലിൽ ഉണ്ടായിരുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന 5 ബോട്ടുകൾക്കെതിരായിട്ട് മിസൈൽ ആക്രമണം നടത്തുകയും 27ഓളം നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ കൊല്ലപ്പെട്ടത് വെനസ്വേല നടത്തുന്ന മയക്കുമരുന്ന് കള്ളക്കടത്താണെന്നുള്ള പേരിൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചത് കൂടുതലും കൊളംബിയക്കാരാണ്, കൊളംബിയൻ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ അങ്ങനെ ഇത് ഒരു പുതിയ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അതായത് വെനസ്വേല അമേരിക്കയിലേക്ക് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്, കൊക്കൈൻ കടത്തുന്നതാണ് പറയുന്നത്. നമുക്കറിയാം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 2024 ഏതാണ്ട് 48,000 പേര് അമേരിക്കയിൽ മരിച്ചു. അത് മരിച്ചത് ഫെന്റനിൽ എന്ന് പറയുന്ന അതിതീവ്രമായ മയക്കുമരുന്ന് ഉപയോഗിച്ചാണ്. ഫെന്റനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. അത് വരുന്നത് കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ്, വെനസ്വേലയിൽ നിന്നല്ല. പക്ഷേ ആ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട്, സത്യം മറച്ചു വെച്ചുകൊണ്ട് വെനസ്വേലയിൽ നിന്ന് മയക്കുമരുന്ന് വരികയാണ്. അതുകൊണ്ട് വെനസ്വേലയുടെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാൻ ഞാൻ ഉത്തരവ് നൽകി കഴിഞ്ഞു എന്ന് പരസ്യമായി പറയുന്ന തരത്തിലേക്ക് ഒരു ഭരണാധികാരി പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത് വളരെ ആശങ്കപ്പെടേണ്ട സന്ദർഭമാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഇത്തവണ ലഭിച്ചത് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മച്ചോഡയ്ക്കാണ്. പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ചെറുവിരൽ അനക്കാത്ത നേതാവാണ് മറിയ. പക്ഷേ കടുത്ത അമേരിക്കൻ ഭക്തയാണ്. വെനസ്വേലയിലെ നിക്കോളാസ് മഡൂറോ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മറിയ കൊറീനയാണ്. മറിയയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് അമേരിക്കയാണ്. ട്രംപിന് ലോകമൊട്ടാകെ ഇപ്പോൾ കാത്തിരുന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന് കാത്തിരുന്നപ്പോൾ വാസ്തുവിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കൊരീന മച്ചാഡോ എന്ന് പറയുന്ന സ്ത്രീക്കാണ്. മരിയ കൊരീന മച്ചാഡോ എന്ന് പറയുന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവിന് എല്ലാവിധ സാമ്പത്തിക സഹായവും രാഷ്ട്രീയ സഹായവും നൽകി മുന്നിൽ നിർത്തുന്നതും അമേരിക്കയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനു മുമ്പ് യുവാൻ ഗായിദോ എന്ന് പറയുന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അവിടുത്തെ മദുരോയുടെ മുകളിൽ പ്രസിഡന്റായി വരെ നിയമിക്കാൻ അമേരിക്ക ധൈര്യം കാണിച്ച രീതിയുണ്ട്, നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ അതായത് ഒരു അന്തർദേശീയ നിയമം പോലും പാലിക്കാതെ, കാരണം അന്തർദേശീയ നിയമം പോലും, അതായത് അന്തർദേശീയ സമുദ്രത്തിന്റെ നിയമത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അൺക്ലോസ് എന്ന് പറയുന്ന ഒരു അന്തർദേശീയ നിയമമാണ്. ആ അൺക്ലോസ് എന്ന് പറയുന്ന നിയമം 1982 പാസ്സാക്കപ്പെടുകയും 94 നിലവിൽ വരികയും ചെയ്തതാണ്. എന്നാൽ അതിൽ ഇതൊരു അമേരിക്ക ഒപ്പിട്ടിട്ടുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കറിയാം ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഒരു ആക്രമണം നടത്തണമെങ്കിൽ അത് ആ രാജ്യം, ആ ഒരു വരുന്ന വാഹനം ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അതിശക്തമായി ആക്രമിക്കും, യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആക്രമിക്കും എന്ന് വരുന്ന സന്ദർഭത്തിലാണ് പരിമിതമായ തോതിലെങ്കിലും ആക്രമിക്കാൻ ആ ഒരു അധികാരമുള്ളത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ലാതെ ഈ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളെ ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള പേരിൽ ആക്രമിച്ചത് അന്തർദേശീയ നിയമങ്ങളുടെ ലംഘനമാണ്.